ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. 50 ചെരുപ്പുകൾ ഉണ്ടാക്കാൻ ബിഗ് ബോസ് ഒരു ഓർഡർ കൊടുത്തിരുന്നു തൊഴിലാളികൾക്ക്. 25 ചെരുപ്പുകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. കാരണം പണിയെടുത്തവരാകെ നമ്മുടെ ബിന്നി, ജിഷിൻ, ആദില എന്നിവരാണ്. വേറെ ആരും തന്നെ പണിയെടുക്കുന്നതായിട്ട് കണ്ടില്ല. ഇന്ന് ഞാൻ ആകെ ഇല്ലാണ്ടായി പോയി. കോംപ്രമൈസിന് ഞാൻ വിളിച്ചിട്ട് പോലും ബാക്കിയുള്ളവരെന്നെ ആക്രമിച്ചു എന്നാണ് നൂറ പറയുന്നത് ലിവിംഗ് റൂമിന് മുന്നിൽ. അതുകൊണ്ട് വേറെ ആർക്കും തന്നെ ഗോൾഡ് കോയിൻസ് കൊടുക്കുന്നില്ല. 3 ഗോൾഡ് കോയിൻസ് വീതം ബിന്നി, ജിഷിൻ, ആദില എന്നിവർക്ക് നൂറ കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൊഴിലാളി ഐക്യം സിന്ദാബാദ് അക്ബറിന് നൂറ കൊടുത്തത് ഒരു ബ്ലാക്ക് കോയിൻ ആണ് കേട്ടോ. ബ്ലാക്ക് കോയിൻ ആണ് കൊടുത്തത്. അക്ബറിനും പിന്നെ ആർക്കാണ്, അഭിലാഷിനും ആണെന്ന് തോന്നുന്നു നൂറ ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നുണ്ട്. അക്ബറിന് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ കാരണം ഇന്നലത്തെ സെയിം കാരണങ്ങൾ തന്നെയാണ്. ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ഭയങ്കരമായ രീതിയിൽ അലമ്പുണ്ടാക്കിയെന്നും കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു എന്നും പറഞ്ഞിട്ടാണ് നൂറ അക്ബറിന് ഒരു ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നത്. ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പൊ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ അക്ബറിനെ ഡയറക്ട്ലി നോമിനേറ്റഡ് ആണ് ആസ് ഓഫ് നൗ. പിന്നെ ലക്ഷ്മി, മസ്താനി എന്നിവർ നൂറയെ ലൈറ്റായിട്ടൊന്ന് പറ്റിച്ച് ഗോൾഡ് കോയിൻസ് വാങ്ങിച്ചെടുക്കുകയുണ്ടായി. അത് അവര് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. അവരുടെ കൈവശം തന്നെ ആ ഒരു ഗോൾഡ് കോയിൻസ് ഉണ്ട്. പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച ഗോൾഡ് കോയിൻസ് ആണ്. അപ്പൊ അത് ആ രീതിയിൽ ഒരു അൺഫെയർ ഗെയിം ആയിട്ട് എനിക്ക് തോന്നി. ഏത് വിധേനയും കോയിൻസ് വാങ്ങിച്ചെടുക്കാമെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വേറുള്ളവർക്ക് തന്നെ കോയിൻസ് മോഷ്ടിച്ചെടുക്കാമായിരുന്നു. അവരാരും അങ്ങനെ മോഷ്ടിച്ചെടുക്കുന്നതായിട്ട് കണ്ടില്ല. ഇത് ഒരു രീതിയിലുള്ള ഒരു മോഷണം തന്നെയാണ്. പണിയെടുക്കുന്നവർ മാത്രമേ അത് ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന ഒരു ടാസ്കിന് ഇന്നത്തെ സമയം അവസാനിച്ചു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇപ്പൊ BB സർക്കസിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.